ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾ കുറേ പേരുണ്ട് മറ്റുള്ളവരെ ബോധപൂർവം തേജോവധം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പറയുക. അത് അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ വേറെ രണ്ടുപേരായിട്ട് ഡിസ്കഷൻ, അവരെക്കുറിച്ച് അങ്ങോട്ട് തീരെ മോശമായിട്ട് അഭിപ്രായം പറയുക. ചിലപ്പോൾ നമ്മൾ അവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, നമ്മൾ അറിയുക പോലും ചെയ്യില്ല. അവരെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുക. അത് നമുക്ക് നല്ലതിനല്ല. ഞാനിപ്പം ഈ അടുത്ത കാലത്ത് എല്ലാത്തിലും ഏത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളാണ്, കുറേയധികം സ്ത്രീകൾ, എല്ലാവരും അല്ല, ഒരു 2-3 സ്ത്രീകൾ, 1-2 പേര്, പ്രത്യേകിച്ച് ഒരാൾ ഏത് നിമിഷത്തിലും അവരെ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് അവർ ഡിപ്രഷനാണ്, അവർ മെൻ്റലാണ്, അവർ ചോറ് വാരി കൊടുക്കണം, അവർ അങ്ങനെ ചെയ്യണം, അവർക്ക് അങ്ങനെയില്ല, അവർ ഇങ്ങനെയല്ല, അവരെ ഇങ്ങനെ പറയുന്ന ഒരു കുറേ വീഡിയോകൾ നമ്മൾ കാണാൻ, കുറേ അധികം സ്ത്രീകളും കുറേ അധികം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ ഇടയായിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ പൊന്നു സഹോദരിമാരെ, നമ്മൾ എന്തിനാണ് ഏത് കുട്ടികളെയും നമ്മളങ്ങനെ പറയുന്നത്? അവരുടെ ഒരവസ്ഥയായിരിക്കും അവരെ ഈ നിലയിലെത്തിച്ചത്. അവരെന്ത് മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്? വേറെ വല്ല മോശമായ രീതിയിൽ പോകുന്നതോ, മോശമായിട്ട് എത്രയോ സ്ത്രീകൾ ഇതിലിപ്പം നമ്മൾ കാണുന്നുണ്ട്, തീരെ മോശമായിട്ടുള്ള വീഡിയോകളാണ്, ന്യൂഡായിട്ട്, പക്ഷേ അണ്ടർവെയർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. അവരുടെ ഇതിലൊന്നും പോയിട്ട് കമൻറ്റ് ഇതുപോലത്തെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. അത്രയും മോശമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളും ഒക്കെ ഫോൺ എടുക്കുന്നതാണ്, അപ്പോൾ അവരും കാണാൻ സാധ്യതയുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഇതുപോലെ വിധവകളായ സ്ത്രീകളെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയും പറയരുത് ഒരിക്കലും. നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മുടെ വായിലെ നാക്കുകൊണ്ട് ഈ മാതിരി ഭാഷകൾ അവരെ പറയാതിരിക്കുക. അവർ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അവരുടെ ഭർത്താവുമായിട്ട്. റീൽസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരാ പുതിയതായിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അവർ ഭർത്താവ് മരിക്കുമ്പം അവർക്കറിയാവുന്ന ഒരു തൊഴിൽ ഇതാണ്. ഭർത്താവ് മരിച്ചപ്പം അവരെ ഈ 2 മക്കളെയും വളർത്താനായിട്ട് അവർക്ക് ഇത് ചെയ്യേണ്ടി വന്നു. ചിലപ്പോൾ സാഹചര്യം ഓരോ 2 പേര് ആണുങ്ങളുടെ കൂടെ അല്ലെങ്കിൽ 4 പേര്, ഇനി അവർ വളർന്നുകൊണ്ടിരിക്കും. അവർ പോയിട്ട് റീൽസൊക്കെ എടുത്ത് ഓരോ ഇതൊക്കെ എടുത്തിട്ട് ആൽബമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടുന്നു. അപ്പോൾ ചിലപ്പോൾ ഷർട്ട് ഉണ്ടാവില്ല, അവരെ കെട്ടിപ്പിടിക്കേണ്ടി. എത്ര പേര് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്? ഒരാളോ 2 പേരാണ്. ഒരു ഫിലിം ഷൂട്ടിംഗ് പെരുവഴിയിലായിരിക്കാം, കാട്ടിലായിരിക്കാം, റിസോർട്ടിലായിരിക്കാം, ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനെയൊക്കെ ഇല്ലേ? അവിടെയൊക്കെ എത്ര പേര് ഉണ്ടാവും ചുറ്റിനും, എത്ര ആരാധകരുണ്ടാവും ചുറ്റിനും. അവരുടെ മുന്നിൽ നിന്നല്ലേ ഇവരിത് ചെയ്യുന്നത്. അവിടെ എന്ത് വികാരമാണ് അവർക്ക് പറഞ്ഞത്? അവരുടെ ജോലി എന്നുള്ള വികാരം മാത്രമേ അവർക്ക് വരുന്നുള്ളൂ. പിന്നെ അവർ കെട്ടിപ്പിടിച്ചില്ലേ, അവർ ഷർട്ട് ഇട്ടിട്ടില്ല, ഇനി നാളെ അവർ അതൂരും ഇതൂരും. നാണമില്ലേ നിങ്ങൾക്ക് ഈ വർത്തമാനം പറയാനായിട്ട്? അതും ഒരു പെൺകുട്ടിയോട്. അവർക്ക് കൂടി വന്നാൽ എത്ര വയസ്സുണ്ടാവും? 35 വയസ്സുണ്ടാവും കൂടി വന്നാൽ. 32 എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത്രയുള്ള ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് അതിലും പ്രായമുള്ള മക്കളുണ്ടാവുമല്ലോ ഇല്ലേ? ആ ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചിരിക്കുന്ന ആളാണ് ഈ വർത്തമാനം പറയുന്നത്. അത് കഴിഞ്ഞ് എത്ര പേര് ഈ ബിഗ് ബോസിൽ വന്നിട്ട് നമ്മൾ എന്തെല്ലാം കണ്ട്. ആ പ്രായമായ മനുഷ്യൻ്റെ കൂടെ അയാൾ അവോയ്ഡ് ചെയ്തിട്ടും അയാളുടെ അടുത്തേക്ക് കയറി ചെല്ലുമായിരുന്നു. ഇതൊന്നും അത്ര ശരിയായ ഏർപ്പാടല്ല. നിങ്ങൾക്ക് അരി മേടിക്കണമെങ്കിൽ നിങ്ങൾ നല്ല വീഡിയോകൾ ചെയ്ത് നിങ്ങൾ വേറെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. അല്ലാതെ ഈ പാവപ്പെട്ട കുട്ടിയെ നിങ്ങൾ നല്ല പൊസിഷനിലിരിക്കുന്ന നായികമാരുണ്ട്, ഹൈ ലെവലിൽ നിൽക്കുന്ന നായികമാരുണ്ട് നമ്മുടെ ഫിലിം ഫീൽഡിൽ.
അവരെക്കുറിച്ച് നിങ്ങൾ പറയുമോ? പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഹൈ ലെവലിൽ നിറഞ്ഞു നിൽക്കുന്ന നായികമാരുണ്ട്. ഇപ്പം അടുത്ത പടങ്ങളിൽ തിടുക്കം അതുപോലെയുള്ള എത്രയോ പടങ്ങൾ ഹിറ്റായിട്ടുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പറയുമോ? പറയില്ലല്ലോ. അതുകൊണ്ട് മേലിൽ ഈ മാതിരത്തെ ഭാഷകൾ പറയാതിരിക്കുക. ഏത് മക്കളാണെങ്കിലും ഇങ്ങനെ ഒന്ന് സംസാരിക്കാതെ അവരെ ഒന്നും ചെയ്യണ്ട, അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കാതെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അവർ ഇനിയും ഉയരും. ഞാനാ പറയുന്നത്. അത് എന്നെപ്പോലെ പല സ്ത്രീകളും ആഗ്രഹിക്കുന്നതും പല പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും പലവരും ആഗ്രഹിക്കുന്നതുമാണ്. അവർ ഇനിയും ഉയരങ്ങളിലേക്ക് വരും. അവർ നല്ലൊരു നടിയാവും. അവർ ചിലപ്പം നിങ്ങൾ കാണുന്ന സൗന്ദര്യം അവർക്കില്ലായിരിക്കാം. ഓരോരുത്തർക്കും കണ്ണിൽ ഓരോ സൗന്ദര്യമാണ് ആസ്വദിക്കുന്നത്. ഓരോ പുരുഷന്മാരും ഓരോ സൗന്ദര്യമാണ് ആസ്വദിക്കുന്നത്. കുറേ സൗന്ദര്യം കുറേ വെളുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ കുറേ വണ്ണം വെച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ സ്ലിമ്മായിരിക്കാം. അവരും നന്നാവും, അവർ ഇനിയും മെച്ചപ്പെടും. അവർ പണ്ട് കൊടുത്ത ചുരിദാറല്ലല്ലോ ഇപ്പം മോഡേൺ ഡ്രസ്സല്ലേ അവരിടണം. അതുപോലെ എല്ലാ മാറ്റങ്ങളും അവർക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ഈ മാറ്റത്തെ ഭാഷകൾ സംസാരിക്കാതിരിക്കുക. അത് പറയാനായിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.